വണക്കം. ഹിസ്ബുള്ള ഭീകരരുടെ അണ്ടം വലിച്ചു കീറിയ ശേഷം ഇസ്രായേൽ നാല് പാടും ഇപ്പോൾ ലെബനോനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 200 റോക്കറ്റാണ് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഈ 200 റോക്കറ്റ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതിന് ശേഷം പിന്നീട് ഈ ഹിസ്ബുള്ള ഭീകരർ കാണുന്നത് ലബനോനിലെ 400 ഇടങ്ങളിൽ തീ മഴ പെയ്യുന്നതാണ്. ഇസ്രായേൽ അവിടെ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണം നടത്തി. ആ വ്യോമാക്രമണത്തിൽ യവന്മാര് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് സ്ത്രീകളെയും 2-3 കുട്ടികളും ഒക്കെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയണം. കാരണം യവന്മാരുടെ പ്രധാനപ്പെട്ട ഹോബി അതാണല്ലോ. ഹമാസും അത് തന്നെയായിരുന്നു. എന്തിനു പറയുന്നു? നമ്മുടെ കേരളത്തിൽ വന്നാൽ ഈ പോപ്പുലർ ഫണ്ടുകാരന്മാരെ പോലും ഈ കുട്ടികളെ മുന്നിൽ നിർത്തി കളിക്കുന്നവന്മാരുടെ ഒരു തീക്കളി ഉണ്ടല്ലോ, അത് അതിഭീകരമാണ്. പക്ഷേ കേരളത്തിൽ അത് വില പോയില്ല. യവന്മാരെല്ലാം അടിച്ചൊതുക്കി ചാക്കി കെട്ടി നിരോധിച്ച് ഇപ്പൊ റൌഫ് ഇക്കയൊക്കെ ഏത് ജയിലിലാണ് കിടക്കുന്നതെന്നും ഇക്കയ്ക്ക് പോലും അറിയത്തില്ല. എന്തായാലും ഇക്ക എന്തായാലും നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നുണ്ടായിരിക്കും. കാരണം ജയിലിൽ പിടിച്ചിട്ടതിന് എന്തായാലും നന്ദിയുണ്ട്. കാരണം ഈ മൊസാദിന്റെ ലിങ്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങ് കേരളത്തിൽ വരെ നീളുന്നു എന്നുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രധാന അവയവം പ്രവർത്തനരഹിതമാവുന്നതിനെക്കാട്ടിലും നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് എന്ന് തോന്നി കാണും ചിലപ്പോൾ നമ്മുടെ റൌഫിക്കയ്ക്ക്. എന്തായിരുന്നാലും ഹിസ്ബുള്ളയെ അതിഭീകരമായിട്ട് തുടച്ചു നീക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ. അപ്പോഴും എവിടെ പോയാലും മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കാനായിട്ട് കുറേ എണ്ണം ഇസ്രായേലിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി എന്ന് പറഞ്ഞാൽ പ്രബുദ്ധനാണ്. ആരെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായമാണെങ്കിൽ ഇന്റലക്ട് ചമയാനായിട്ട് ആ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കൊണയ്ക്കുകയും അവസാനം അവൻ്റെ അഭിപ്രായത്തിന് യാതൊരുവിധ വിലയും കിട്ടാതിരിക്കുകയും എങ്കിലും ഇതാണ് നിലപാട്, ലോകം ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ വച്ച് കീച്ചുകയും എന്നിട്ടൊരു കാര്യം കൂടെ പറയും, കനലൊരു തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്ന നിലപാട് തെറ്റാണ്, ഞാൻ എടുക്കുന്ന നിലപാട് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരിയെങ്കിലും ലോകത്തിന് മുന്നിൽ എല്ലാവരും എന്നെ എതിർത്താലും നെഞ്ചും പിരിച്ച് നിൽക്കിവിടാ എന്ന് 2 പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് ഇവൻ വലിയ കിടിലമാണെന്ന് വിചാരിച്ച് ഇവൻ പല രാജ്യങ്ങളിലും പോയി കുന്തളിക്കുന്നുണ്ട്. കേരളത്തിലാണ് ഇവൻ്റെ കുന്തളിപ്പ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ വേറെ പല രാജ്യങ്ങൾക്ക് പോകുമ്പം കേരളത്തിൽ കൊലയുള്ള കൊമ്പനാണെങ്കിൽ ഇപ്പം സൗദിയിലും ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊലയില്ലാത്ത കൊമ്പൻ എന്ന് പറഞ്ഞ് കക്കൂസ് വരെ കഴിവ് ജീവിച്ചോളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ കേരളത്തിൽ വൈറ്റ് കോളർ ജോബ് വേണം, ഇവിടെ കക്കൂസ് കഴിവുന്നത് ബംഗാളിയാണെന്ന് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൽ പോയി കുന്തളിച്ച മലയാളികളെ മൊത്തം അവന്മാർ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിലുള്ള ഒരു യുവതിയുടെ ഓഡിയോ ക്ലിപ്പ്, ആ യുവതി ആരാണെന്ന് വ്യക്തമായിട്ടില്ല, ഒരു ഓഡിയോ ക്ലിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ അതിഭീകരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കാനായിട്ട് ഇസ്രായേലിൽ ഉപജീവനത്തിന് പോയാൽ ഉപജീവനം നോക്കണം. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കാനായിട്ട് വല്ലതും ഉണ്ടാക്കണം. അല്ലാതെ അവിടെയുള്ള സർക്കാരിനെ ചൊറിയാനായിട്ട് നിൽക്കരുത്. ചൊറിയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. പക്ഷേ കേരളത്തിൽ പലതും നടക്കും. കേരളത്തിൽ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ ടെഹ്റാനിൽ കയറി വധിച്ച ആ ഇസ്മായിൽ ഹനിയയുടെ ഫോട്ടോ ഓട്ടോയുടെ ബാക്കിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഇസ്മായിൽ ഹനിയ എൻ്റെ ദൈവം എന്നൊക്കെ എഴുതിക്കൊണ്ട് തന്നെ നടക്കാം. കാരണം ഇവിടെയുള്ള സർക്കാരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവന്മാരെ ഇവിടെയുള്ള സുഡാപ്പികളെ മൊത്തം പേടിച്ചിരിക്കുകയാണ്. ആ പാവ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുള്ളിച്ച് നിർത്തിയിരിക്കുകയാണ്. അറിയാലോ, അങ്ങനെ പാർട്ടിക്കകത്തുള്ള മുഴുവൻ PFIക്കാരുടെ പിന്തുണയെ അൻവറിനാണുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്തുകാർ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, പല ആൾക്കാരെയും കൂട്ടുപിടിച്ച് എന്നൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കും. കേരളത്തിലെ ഹമാസിനെ നിങ്ങൾക്ക് വാഴ്ത്താം, പുകഴ്ത്താം. ഹമാസ് തീവ്രവാദിയുടെ ഫോട്ടോ എൻ്റെ വീട്ടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ് ഒട്ടിച്ചു വയ്ക്കാം. പോരാത്തതിന് ഈ ഹമാസ് തീവ്രവാദിയെ കേരളത്തിൽ ലൈവിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയും ചെയ്യാം. അവൻ ഇത് ആരെന്ന് പോലും അറിഞ്ഞുകൂടാ. അവൻ്റെ എത്തിനിസിറ്റി അല്ല നിങ്ങളുടെ എത്തിനിസിറ്റി. അതൊക്കെയാണ് കുറേ വേട്ടാവളിയന്മാർ വിളിച്ച് എന്തൊക്കെയാണ് പറയാൻ പറഞ്ഞ്, ഞാൻ എൻ്റെ ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞ് അവന്മാർ ഇങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞു എന്നായിരിക്കും അവ അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഹമാസിന് യാതൊരുവിധ നിരോധനവുമില്ല. ഹമാസിനെ നിങ്ങൾക്ക് വിളിക്കാം, 10-20 പേരെ ബോംബ് പൊടിച്ച് കൊന്നവനെയൊക്കെ നിങ്ങൾക്ക് വിളിച്ച് യാതൊരുവിധ പ്രശ്നമില്ല, അത് ആദരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ADGP അജിത് കുമാർ RSSനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കലിതുള്ളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ അങ്ങ് പോട്ടെ. എന്തായാലും ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറ്റം പറയുന്ന മലയാളികൾക്കാണ് 8ന്റെ പണി കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ മലയാളികളെ ഇപ്പോൾ ഇസ്രായേൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടിയാണ് കാണുന്നതെന്നും യവന്മാരെല്ലാം പിടിച്ച് ജയിലിലിട്ട ശേഷം ഡീപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളെല്ലാം ഭയപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത്. കാരണം എന്താണെന്നറിയോ, ഇസ്രയേലിൽ പ്രശ്നങ്ങൾ നടക്കുമ്പം അവിടെ മലയാളികൾ, കേരളത്തിലായിരുന്നു ഭയങ്കരമായ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ വേറെ ഒരിടത്തും
ഉണ്ടായിട്ടില്ല ഈ പാലസ്തീനെയും ഹെസ്ബോളെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട്. കേരളത്തിലുള്ളവരായിരുന്നു പ്രശ്നക്കാർ. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇസ്രയേലിൽ മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ റെഫ്യൂജി വിസയിലൊക്കെ വന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് ഞങ്ങളുടെ വിസ ക്യാൻസലാക്കുന്നതെന്ന്. ഞാൻ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് മലയാളികളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങുന്നവരെയൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിസ കൊടുക്കാതിരിക്കുകയാണ്. മലയാളികളെ തന്നെ നോക്കി അവർ എമിഗ്രേഷൻ ക്യാച്ച് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുവാണ്. 1 മാസം 10 ദിവസം 15 ദിവസമൊക്കെ ജയിലിൽ പിടിച്ചു കൊണ്ടിടുക. ജയിലിൽ പിടിച്ചു കൊണ്ടിട്ടിട്ട് എപ്പോഴാണോ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നത്, ആ ടിക്കറ്റ് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത്, ആ സമയം നോക്കി എല്ലാവരെയും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിലേക്ക്. ഇത് എല്ലാ കേരളത്തിലെ മലയാളികളും ഇവിടെ ഭയപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നു. ഇവരവിടെ കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് ഷെയർ ചെയ്യുവാണെങ്കിൽ ഷെയർ ചെയ്തോണം. കാരണം ഇവിടെ മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു. ഇസ്രയേലിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇസ്രയേലിലെ ഏതൊരു പൗരനും നമ്മളെ കാണുമ്പോഴത്തേക്കും നമസ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് ഈ പിണറായി സർക്കാരിൻ്റെ CPM ഗുണ്ടകൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇവർ നടത്തിയ പ്രകടനങ്ങൾ ഈ പാലസ്തീനെയും, അതായത് പാലസ്തീൻ ജനതയെ ആണെങ്കിൽ വേണ്ടില്ലായിരുന്നു, ഹെസ്ബോള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും ഇവർ സപ്പോർട്ട് ചെയ്തത്. ഒരു ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും പ്രതിഷേധ പ്രകടനങ്ങൾ അവിടെ നടത്തിയെന്ന് ഓർക്കണം. യാതൊരു വിവരമില്ലാത്ത CPMകാർ. അവർക്ക് കുറച്ചെങ്കിലും തലയിൽ മൂളയുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ അവർ തീവ്രവാദികൾക്ക് വേണ്ടി, ഒരു രാജ്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി, സാധാരണപ്പെട്ട പൗരന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രതിഷേധം വെച്ചിരുന്നെങ്കിൽ അത് ശരി, അതിനകത്തൊരു ശരിയുണ്ടെന്ന് വിചാരിക്കാം. ഇത് ലോകം മുഴുവൻ ഭയപ്പെടുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവരവിടെ ബാനറും കെട്ടി പ്രതിഷേധം നടത്തുകയാണ് കേരളത്തിൽ കൂടെ. പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഒരുപാട് മലയാളികൾ പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ CPM ഗുണ്ടകളെയും ഈ CPM തീവ്രവാദികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അവരൊരു പാർട്ടിയല്ല, തീവ്രവാദ സംഘടനയാണ് അവർ. CPM എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്, ഒരിക്കലും അവരൊരു പാർട്ടിയല്ല. അവരെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. പ്രതിഷേധമായിട്ട് അവർ തെരുവിലിറങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഓടിച്ചവരെ പെരയ്ക്കകത്ത് കയറ്റണമായിരുന്നു. ഒരു കാരണവശാലും അനുവദിക്കരുതായിരുന്നു. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിനുള്ള ബാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മലയാളികൾ, ഇന്ത്യൻ മലയാളികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ ബാനറും പൊക്കി കേരളത്തിലുള്ളവർ ഇങ്ങനെ പ്രതിഷേധങ്ങളുമായിട്ട് നടക്കുമ്പം ഈ മലയാളികൾ വിദേശത്ത് കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഡയറക്റ്റ് ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല രാജ്യത്തും. അതിവർ മനസ്സിലാക്കുന്നില്ല. അവർ ശരിയായ നടപടിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മളിത് അങ്ങനെ വരുന്നതെന്ന് കൂട്ടാം. ഇത് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, പാലസ്തീനും ലെബനോനിലൊക്കെയുള്ള ഹെസ്ബോളയും ഈ ഹമാസിനും വേണ്ടിയിട്ട് ഇവർ കേരളത്തിൽ കിടന്നു. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കേരളീയരെ മുഴുവനും ഇവർ വിസ കൊടുക്കാതെ, ഇവിടെ റെഫ്യൂജികളായിട്ട് ഒരുപാട് മലയാളികളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഇപ്പം UP-യിലുള്ളവരോ ബംഗാളികൾക്കൊക്കെ ഇവിടെ നല്ല ജോലിയുണ്ട്. ആരുടെയും വിസ കട്ടാക്കുന്നില്ല, അവരെ തിരിച്ചയക്കുന്നില്ല. ഞങ്ങളൊക്കെ പലരും അത് ഒരുപാട് പേര് ചർച്ച ചെയ്തത് ഇവിടെ. ഗുജറാത്തിലുള്ളവർക്കോ ബംഗാളികളായ ആരുടെയും അവർ കട്ട് ചെയ്യുന്നില്ല, വിസ കട്ട് ചെയ്യുന്നില്ല. അവർക്ക് വിസ കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വിടുക. 5 വർഷം എങ്ങനെയാണെങ്കിലും ഇവിടെ വിസ കൊടുക്കാൻ പറ്റും റെഫ്യൂജികൾക്ക്. നമ്മൾ ഇന്ത്യക്കാരെ അഭയാർത്ഥികളല്ല. അതായത് ഇപ്പം എറിത്രിയ, എത്യോപ്യ, ആഫ്രിക്ക, അങ്ങനെയുള്ള ഉക്രൈൻ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെയാണ് ഇവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമുള്ളൂ, റെഫ്യൂജികളായിട്ട് ഇവിടെ വന്നിട്ട്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റെഫ്യൂജികളായിട്ട് ഇവിടെ ഈ ഇസ്രയേലിൽ വരുന്നുണ്ട് ആൾക്കാർ, ഒരുപാട് റെഫ്യൂജികൾ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള രാജ്യമല്ല. അവിടെ യുദ്ധങ്ങളോ മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഭീഷണികളോ ഇതൊന്നുമില്ല. അവിടെ നിന്ന് ഒരു അഭയാർത്ഥി വേറൊരു രാജ്യത്തേക്ക് അഭയം തേടി പോകേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് റെഫ്യൂജി എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലേക്ക് എത്തുന്നവരെ ഇവരിവിടെ സ്വീകരിച്ച് വിസ കൊടുത്ത് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. പക്ഷെ അത് കേരളം നശിപ്പിച്ച് കളഞ്ഞു. ഇന്ത്യയോടുള്ള ബന്ധമല്ല, കേരളത്തിലെ
ജനങ്ങളെ അവർ പുറന്തള്ളി കളഞ്ഞു. ഞങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാം, എന്താ മലയാളികളെ കാണുമ്പോൾ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം? മലയാളികൾ വിസയ്ക്ക് നമ്മൾ 4 മാസം കൂടുമ്പോൾ നമുക്ക് വിസ കിട്ടുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗോ ബാക്ക് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. അവർ നമ്മളെ ഭയങ്കരമായിട്ട് മലയാളികളെ പുച്ഛത്തോടെയാണ് അവർ കാണുന്നത്. ഇപ്പം അവർക്ക് ദേഷ്യമാണ് നമ്മളെ കാണുമ്പോൾ. ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം, ഇവർക്ക് എന്താണ് എമിഗ്രേഷൻ, എന്താണ് നമ്മളോട് ഇത്ര വൈരാഗ്യം, നമ്മളോട് എന്താണ് ഇത്ര ദേഷ്യം എന്ന്. അവർ കയറിപ്പൊക്കോളാനാണ് പറയുന്നത്, ഇസ്രയേലിൽ നിൽക്കേണ്ടെന്ന്. എന്നിട്ട് അവർ ചെല്ലുന്ന മലയാളികളുടെ എല്ലാം വിസ കട്ട് ചെയ്യുവാണ്, ക്യാൻസലാക്കിയിട്ട് കയറിപ്പൊക്കോന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കാത്ത പോലെ ഈ എമിഗ്രേഷൻ പറന്നിറങ്ങി നടന്നിട്ട് ഈ വിസ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന റെഫ്യൂജികളായ, കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിൽക്കുന്ന, വിസ ഇല്ലാതെ നിൽക്കുന്ന ഈ റെഫ്യൂജികളെ മുഴുവനും, അതായത് മലയാളികളെ തന്നെ അവർ തെരഞ്ഞു പിടിച്ച് അവർ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.